എറണാകുളം നഗരമധ്യത്തിൽ വൈറ്റിലയ്ക്കടുത്ത് വെറും 3 സെന്റിനകത്ത് ഒരു ഹരിത വിസ്മയം. ഇവിടെ കൃഷി മണ്ണിലല്ല, മട്ടുപ്പാവിലാണ്. മാവും തെങ്ങും നാരകവും മുരിങ്ങയും ചെറിയും എല്ലാം ചേർന്ന് സസ്യസമൃദ്ധിയുടെ ഒരു നഗരക്കാഴ്ച. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച സിവിൽ എഞ്ചിനീയർ ശ്രീ പരമേശ്വരൻ്റേതാണ് ഈ അത്ഭുത ലോകം. 3 സെന്റ് സ്ഥലമാണ് ഇവിടെ. 3 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്ഥലമില്ല കൃഷി ചെയ്യാൻ. ഞാനൊരു പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് മണ്ണിനോടും കൃഷിയോടും ഒക്കെ തന്നെ മാനസികമായ അടുപ്പമുണ്ട്. അപ്പോൾ അല്പം ഒരു കൃഷി ചെയ്യാനുള്ള സ്ഥലം, അതിനുവേണ്ടിയുള്ളൊരു ചിന്തയായിരുന്നു വീട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ചിന്ത ഇതിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ 500 ചതുരശ്ര അടി തറ വിസ്തീർണമുള്ള വീടാണിത്. ഇതിൻ്റെ ടെറസ് 2 അടി വീതം പുറത്തേക്ക് ചാടിച്ചു. സൺഷെയ്ഡിനൊപ്പം ആക്കിയപ്പോൾ മൊത്തം 700 ചതുരശ്ര അടി സ്ഥലം കിട്ടി. ഇപ്പോൾ 700 ചതുരശ്ര സ്ഥലത്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ 20 അടി പൊക്കമുള്ള 2 മാവുണ്ട്, മാവുകളുണ്ട്. 365 ദിവസവും കായ്ഫലം തരുന്ന ചെറുമരമുണ്ട്. പിന്നെ കൂടാതെ ആണ്ടിൽ 2-3 പ്രാവശ്യം കായ്ക്കുന്ന മുരിങ്ങയുണ്ട്. അങ്ങനെ വിധം എല്ലാ സൗകര്യങ്ങളും ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു തെങ്ങിൻ തൈ പിടിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ പച്ചപ്പിനെക്കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും നഗരത്തിലെ തൻ്റെ 3 സെന്റ് വീട്ടുവളപ്പിലേക്ക് പറിച്ചു നടുകയായിരുന്നു പരമേശ്വരൻ. ഞാൻ ഗവൺമെൻറ് സർവീസിൽ, അതായത് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ വളരെ 35 വർഷക്കാലം സിവിൽ എഞ്ചിനീയർ ലൈനിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്തതിൻ്റെ അനുഭവ പാഠങ്ങൾ ആണ് ഇത്തരം ഈ ടെറസിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഏരിയയിൽ മണ്ണിട്ട് കൊണ്ടുള്ള ഒരു പദ്ധതി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ അറിവാണ് എൻ്റെ. അപ്പോൾ അത്തരം അറിവുകളിലൂടെയാണ് ഇതിങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചതിലും വളരെ വിജയമായി. ആദ്യം തന്നെ ഇവിടെ ഒരു വാഴ വയ്ക്കുമ്പോൾ വാഴ കുലച്ച് കഴിയുമ്പോൾ അത് കാറ്റത്ത് മറിഞ്ഞു പോകുന്ന ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ അതിനുവേണ്ടി ഞാൻ കമ്പെല്ലാമിട്ട് കെട്ടി നിർത്തി കയറെല്ലാമിട്ട് കാറ്റ് പിടിക്കാതിരിക്കാനൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ തട പറിക്കാൻ ശ്രമിച്ച വളരെ ബുദ്ധിമുട്ടി. കാരണം അത്രയ്ക്ക് അത് ആ ഒരടി കനത്തിലുള്ള മണ്ണിൽ അത് അത്രമാത്രം ഇതുണ്ടല്ലോ, മറിയാത്ത രീതിയിൽ അത് വളരെ ഇതായിട്ട് ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ 10-12 ഇഞ്ച് മണ്ണിൽ വലിയ മരങ്ങളും വെക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നലുണ്ടായി. അതേ തുടർന്നാണ് ഈ മാവും എല്ലാം തന്നെ വെക്കാൻ കാരണം. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 20 വർഷത്തിലേറെ പ്രായമുള്ള മാവ് നീലം മാവ് ഇവിടെയുണ്ട്. സ്ഥലക്കുറവ് കൃഷിക്ക് ഒരു തടസ്സമാകില്ലെന്ന ഉറച്ച വിശ്വാസമാണ് ഈ നേട്ടം കൈവരിക്കാൻ പരമേശ്വരന് പ്രചോദനമായത്. ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ഈ തട്ടിൽ മണ്ണിട്ട് ഒരു കൊണ്ടൽ കൃഷി, അതായത് പാവല്, പടവലം, മത്ത, വെള്ളം, എള്ളിരിക്കുമ്പളം ഇങ്ങനെയുള്ള സസ്യങ്ങൾ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തത്. പക്ഷെ അതിനൊക്കെ പുറമെ പിന്നീട് മാവ് 2 മാവ് അത് 20 അടി ഉയരത്തിൽ അത് വളർന്നിട്ടുണ്ട്. വേറെ തൈമാവുകളുണ്ട്. ഇതൊക്കെ തന്നെ കാറ്റിനെ അതിജീവിച്ച് ടെറസിൽ നിൽക്കുമെന്നുള്ളത് പരീക്ഷിച്ച് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അതിപ്പോഴും താഴെ മണ്ണിൽ നിൽക്കുന്ന പോലെ തന്നെ ഈ ടെറസിലെ മണ്ണിലും അത് ഈ പ്രകൃതിയുടെ ഈ കാറ്റിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ ഇവിടെ എല്ലാ തരത്തിലും, അതായത് നാട്ടിൻപുറത്ത് കൃഷി ചെയ്യുന്ന ചേമ്പും ചേനയും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ കൊണ്ടൽ കൃഷി ഇപ്പോൾ ഇത്രയും കാലം വേനൽക്കാലത്ത്, ഇപ്പോൾ അതിന് കൃഷിയെല്ലാം അവസാനിച്ചു. വേനൽക്കാലത്ത് കുമ്പളവും അതുപോലെ തന്നെ പാവല്, പടവലം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. വേണ്ടത്ര അത് കായ്ഫലം കിട്ടി. നമുക്കത് കുറേയെല്ലാം നമ്മുടെ ആവശ്യത്തിനും ബാക്കി വിൽക്കാനും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്, 18-ാം പട്ട. അതിപ്പോൾ 2 വർഷത്തോളം ആകുന്നുള്ളൂ. അടുത്ത 2 വർഷം കൂടി കഴിയുമ്പോൾ അത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തെങ്ങും ഇതിനകത്ത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് തെങ്ങും വെച്ചിരിക്കുന്നത്.
ഒരടി കനത്തിൽ പോലും മണ്ണിവിടെ ഇല്ല. മട്ടുപ്പാവിലെ ഇത്തിരി മണ്ണ് എല്ലാ വിളകളെയും കൈനീട്ടി സ്വാഗതം ചെയ്തു. ഇക്കാര്യത്തിൽ നിലനിന്നിരുന്ന പൊതുധാരണയാകെ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു പ്രത്യക്ഷ ഫലം. അങ്ങനെ എന്തും വളർത്താം എന്ന ചങ്കൂറ്റം ഈ നഗര കർഷകന് കൈവന്നു. അതിന്റെ ഫലമാണ് ടെറസിൽ വളർന്നു നിൽക്കുന്ന ഈ 18-ാം പട്ട തെങ്ങ്. ഇവിടെ മാവ് 20 അടി 25 അടി പൊക്കത്തിൽ മാവ് വളരുമെങ്കിൽ എന്തുകൊണ്ട് തെങ്ങ് ആയിക്കൂടാ എന്നുള്ള ചിന്തയാണ്. ടെറസിൻ്റെ മുകളിൽ ഇപ്പം തെങ്ങ് വെച്ച വേറെ ചില ആളുകളും കൂടി ഉണ്ട് ഇവിടെ തന്നെ, എറണാകുളത്ത് തന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. തെങ്ങ് നിൽക്കുക എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ തെങ്ങ് വെക്കാൻ തയ്യാറായത്. അതിന് വളർച്ച അതിവിടെ നമ്മുടെ ഫാമിൽ നിന്നൊരു തെങ്ങ് മേടിച്ചു. തെങ്ങ് പച്ചത്തെങ്ങാണ്. കാരണം സാധാരണ നാടൻ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂടും. ടെറസിൻ്റെ മുകളിൽ വലിപ്പം കൂടി തെങ്ങ് വെച്ചാൽ കാറ്റ് പിടിക്കാനുള്ള സാഹചര്യം കൂടുതലായതുകൊണ്ട് അധികം വലിപ്പം വെക്കാത്ത തെങ്ങാണ് 18-ാം പട്ട എന്ന് പറയും, പച്ചത്തെങ്ങ്. സ്വാഭാവികമായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന തേങ്ങ എല്ലാം അതിനകത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പച്ചത്തെങ്ങ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇത് വെച്ചിട്ട് 1 വർഷത്തിലേറെയായി. 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇത് കായ്ക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അടിസ്ഥാനം. 18-ാം പട്ട എന്ന് പറയുമ്പോൾ 18 പട്ട വരുമ്പോൾ അതിന് കൊല വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന മാവ് അതിന് ഒരു 20 വർഷത്തെ പ്രായമുണ്ട്. ഒരു ഒട്ട് തൈയാണ്, നീലം മാവാണ്. ഇത് വെച്ച് ഒരു 3-ാം വർഷം തന്നെ അത് കായ്ച്ചു എന്നുള്ളതാണ്. തുടർന്ന് എല്ലാ വർഷവും കായ്ക്കും. അത് കുറഞ്ഞത് ഒരു 100-200 മാങ്ങയെങ്കിലും ഒരു വർഷം നമുക്ക് കിട്ടുന്ന തരത്തിൽ നല്ല മധുരമുള്ള, പഴുപ്പിച്ചാൽ നല്ല മധുരമുള്ള മാങ്ങയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ചെയ്തതാണ്. എല്ലാം പരീക്ഷിക്കാനുള്ളൊരു വ്യഗ്രത സ്വാഭാവികമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം പരീക്ഷിക്കുകയാണ്. പിന്നെ മാവ് വളർന്ന് കൊമ്പെല്ലാം ഒത്തിരി ഉയരം വയ്ക്കുമ്പോൾ തോട്ടി കൊണ്ട് അതിൻ്റെ കമ്പെല്ലാം കുറച്ചൊന്ന് ഒടിച്ച് ഒതുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. കാരണം ഉയരം വെച്ചാൽ ഇപ്പോൾ താഴെ നിന്നാലും മുകളിൽ നിന്നാലും വലിയ കാറ്റടിച്ചാൽ മരം മറിയും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത്തരം കാറ്റിൽ നിന്ന് ഒരല്പം സംരക്ഷണം കിട്ടാൻ വേണ്ടി മാവ് ഇപ്പോൾ തന്നെ പൊങ്ങുമ്പോഴെല്ലാം അത് തോട്ടി ഉപയോഗിച്ച് അതിൻ്റെ കൊമ്പ് ഉയരത്തിലേക്ക് വരുന്ന കൊമ്പുകളെല്ലാം ഒടിച്ച് കളയുക എന്നുള്ളൊരു ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകതയൊന്നുമില്ല. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്തപ്പോൾ ഉദ്ദേശിച്ചതിലേറെ വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു കാര്യം. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ചെറുനാരകമാണ്. ഈ ചെറുനാരകത്തിന് ഉദ്ദേശം ഒരു 18 വർഷത്തെ പ്രായമുണ്ട്. പിന്നെ ഈ കാണുന്നതിനേക്കാൾ 4-5 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. പ്രായം കൂടുന്നവരും അതിൻ്റെ കൊമ്പ്, അതിൻ്റെ ആ ചെടിയുടെ പ്രത്യേകതയാണ് മുൾച്ചെടികൾ കൊമ്പ് ഉണക്കി കളയും. എന്നാൽ കൂടി ഇത് പ്രതിവർഷം 1000-ലേറെ നാരങ്ങ നമുക്ക് തരുന്നുണ്ട്. എന്നും തന്നെ ലെമൺ ടീ കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. രാവിലെ ലെമൺ ടീ, ഇതിൻ്റെ നീരൊഴിച്ചിട്ടൊരു കട്ടൻ ചായ, അതാണ് ലെമൺ ടീ. അത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. നല്ല ആസ്വാദ്യകരമായതാണ്. വൈറ്റമിൻ സിയുടെ അംശം ധാരാളമുള്ള ഇതാണ് നാരങ്ങ. അപ്പോൾ ഈ നാരകം നമുക്ക് വിൽക്കാനുള്ള നാരങ്ങ കൂടി കിട്ടും എന്നുള്ളതാണ്. മിക്കവാറും വർഷക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്, വലിപ്പമുള്ള നാരങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ വർഷക്കാലത്ത് വില കുറവാണെങ്കിലും കൂടുതലുണ്ടാകുമ്പോൾ കുറേയെല്ലാം വിൽക്കാനുള്ള ഇതുകളുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേക ഇത് പറയാനുള്ളത് നാരകത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ചൊല്ല് തന്നെ ഇങ്ങനെയുണ്ടല്ലോ, നാരകം നട്ടിടത്തും നാരി നശിഞ്ഞിടത്തും ജീവിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ
പക്ഷേ ഇതെല്ലാം അപ്രസക്തമാണ്. ഇത്തരം പ്രാകൃതമായ വിശ്വാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നാരക ഇവിടെ നട്ടിട്ട് ഒന്നും സംഭവിച്ചില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല. ചെറിയ അച്ചാറുണ്ടാക്കാൻ കൊള്ളും. അത് പഴുക്കുന്നതിന് മുമ്പ് ചെനപ്പ് പ്രായത്തിൽ അത് പൊളിച്ച് അതിനകത്ത് കുരുവുണ്ട്, കുരു കളഞ്ഞിട്ട് നമ്മൾ സാധാരണ അച്ചാർ പോലെ മാങ്ങ അച്ചാറിടുന്ന പോലെ തന്നെ അച്ചാർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ കൂടുതൽ പഴുത്ത് കറുത്ത് കഴിയുമ്പോൾ അത് എൻ്റെ ചാറെടുത്തിട്ട് പഞ്ചസാരയും ഇട്ട് കെട്ടി വെച്ചിരുന്നാൽ വൈൻ ഉണ്ടാക്കാൻ കഴിയും. സാധാരണ മുന്തിരി വൈൻ പോലെ തന്നെ ഒരു ചെറിയൊരു കയ്പ്പ് രസമുണ്ട്. അതതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതിൻ്റെ ഇതെല്ലാം മിക്സിയിലടിച്ച് തോർത്ത് കെട്ടി പിഴിഞ്ഞ് അരിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം പൊതുവെ ചെയ്യാൻ മടിയാണ്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ കടയിൽ കിട്ടുന്ന തരത്തിലുള്ള ഇതുണ്ടല്ലോ, ടേസ്റ്റായിട്ട് വളരെ മധുരമായിട്ട് കിട്ടുന്ന ചെറി, ആ രീതിയിൽ അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അത് ഫാക്ടറിയിലോ മറ്റോ അത് വെളിയിൽ എവിടെ ഉണ്ടാക്കുന്നതാണ്. അതിവിടെ ആർക്കും തന്നെ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് പരീക്ഷിച്ച് ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അച്ചാറിടാൻ കഴിയും, മറ്റൊന്ന് വൈൻ ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ചെറിയ കൊണ്ടുള്ള. പിന്നെ ഇതിനൊന്നും വേണ്ടിയല്ല ഇത് നട്ടത്. ഇത് ഇതിൻ്റെ കായ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നൊരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ പാവല്, പടവലം അതിൻ്റെ സീസൺ കഴിഞ്ഞു, അത് ഉണ്ടായി പറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുമ്പളമാണിപ്പോൾ ഇതിവിടെ ഒരെണ്ണം കിടക്കുന്ന ഒരു കുമ്പളമാണ്. ഈ വർഷം കുമ്പളം ഒത്തിരി ഉണ്ടായി കിട്ടി. ഏതാണ്ട് 100 ചില്ലാന് കിലോ കുമ്പളങ്ങ ഇവിടെ ഉണ്ടായി കിട്ടി. അത് കുറേയെല്ലാം നമ്മൾ വിൽക്കും ആവശ്യത്തിന്. പിന്നെ കുമ്പളങ്ങ വളരെ നാളെ ഇരുന്നോളും. പറിച്ച് വെച്ചിരുന്നാൽ ഇതൊരു 4 മാസം ഇവിടെ വെച്ചിരുന്നാൽ പോലും കേടാവില്ല. മറ്റ് വിളകൾ പോലെയല്ല. കറി വയ്ക്കാൻ നല്ലതാണ്. പിന്നെ അതിനുള്ള ഔഷധ ഗുണമുള്ളതാണ് കുമ്പളങ്ങ. ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളതാണ്. ഇത് നമ്മുടെ ഷുഗർ പേഷ്യൻസ് ഇത് മിക്സിയിലടിച്ചതിൻ്റെ ചാറ് നിത്യേന കുടിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പ്രകൃതി ചികിത്സക്കാരും ഈ കുമ്പളങ്ങയുടെ നീര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. തട്ടിൻ്റെ മുകളിൽ മണ്ണ്, പിന്നെ മഴക്കാലത്തുണ്ടാകുന്ന അമിതമായ വെള്ളം,
മരങ്ങളുടെ ഇതിൻ്റെ എല്ലാം ഭാരം താങ്ങുന്നതിനാവശ്യമായ ഒക്കെ സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ടെറസ് വാർത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ സാധാരണഗതിയിൽ ആവശ്യമുള്ള കമ്പിയുടെ ഒരു 30-40% കമ്പി നമ്മൾ കൂടുതലിട്ടാണ് വാർക്കുന്നത്. കാരണം ഈ അഡീഷണൽ ആയിട്ടുള്ള ലോഡ് താങ്ങാനുള്ള കരുത്ത് കോൺക്രീറ്റ് സ്ലാബിന് കിട്ടുന്നതിന് വേണ്ടി. തന്നെയുമല്ല അതിൻ്റെ കോൺക്രീറ്റിൻ്റെ മിക്സിങ്ങിലും സിമെൻറ്റ് കൂടുതൽ ഉപയോഗിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഒരു സിമെൻറ്റ് 2 മണൽ 4 മെറ്റൽ കണക്കിനാണ് സാധാരണഗതിയിൽ വീടിൻ്റെ തട്ട് വാർക്കാറുള്ളത്. അല്ലെ വാർക്കയുടെ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ ആ അനുപാതത്തിലാണ്. എന്നാൽ ഇവിടെ വെള്ളം നിർത്തേണ്ട ചോരാത്ത രീതിയിൽ ചെയ്യേണ്ടതിലേക്ക് നമ്മൾ ഒരു സിമെൻറ്റിന് 1.5 മണൽ 3 മെറ്റൽ എന്നുള്ള രീതിയിൽ 1:1.5:3 ഈ അനുപാതത്തിലാണ് ഇതിൻ്റെ ഇപ്പോൾ കോൺക്രീറ്റ് നിർവഹിച്ചിട്ടുള്ളത്. കോൺക്രീറ്റിങ് തന്നെയുമല്ല ഈ കോൺക്രീറ്റിങ് ചെയ്യുന്ന അന്ന് തന്നെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞത് വലിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിന് പരുക്കനിട്ട് നല്ല 3-1 സിമെൻ്റ് ഇട്ടുള്ള പരുക്കൻ പ്ലാസ്റ്റർ ചെയ്യും. പ്ലാസ്റ്റർ ചെയ്ത് ലെവൽ ചെയ്യുകയും തുടർന്ന് അതിൽ നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്ന പോലെ ചാന്ത് വെച്ച് മിനുക്കുകയും ചെയ്യും. തുടർന്ന് അതിന് ചുറ്റും ബണ്ട് കെട്ടിയിട്ട് പിറ്റേ ദിവസം മുതൽ വെള്ളം ഒരു 2 ആഴ്ച കാലത്തേക്ക് വെള്ളം അതിനകത്ത് നിർത്തും. അത് സിമെൻറ്റിൻ്റെ ക്യൂറിങ്ങിന് അല്ല കോൺക്രീറ്റിൻ്റെ ക്യൂറിങ്ങിന് വേണ്ടിയാണ്. അതായത് സിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കണ്ടൻ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അതിന് കട്ടാകുന്നതിനുള്ള കെമിക്കൽ പ്രോസസ്സ് എല്ലാം നടക്കുന്നതിന് ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം അനിവാര്യമായിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തട്ട് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഈ മണ്ണെന്നല്ല ഇതിനകത്ത് 1 മീറ്റർ കനത്തിൽ വെള്ളം നിർത്തിയാലും ഇത് ചോരില്ല എന്നുള്ളതാണ്. സസ്യങ്ങൾ മാത്രമാണ് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നെൽവിത്ത് ഒരു നമ്മുടെ മനുഷ്യൻ്റെ ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും ഒരു നെൽവിത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ഗോതമ്പ് മണി ഉണ്ടാക്കാൻ കഴിയില്ല. അതുണ്ടാക്കാൻ കഴിയുന്നത് സസ്യങ്ങൾക്ക് മാത്രമാണ്. സസ്യങ്ങളുടെ ഇംഗാലസാൽമീകരണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡ് മാത്രമാണ് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിട്ടുള്ളതും. ആ ഫുഡ് തന്നെയാണ്. സസ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേറെ ആർക്കും ഒരു മനുഷ്യനും മറ്റ് ഇതര പക്ഷികൾക്ക് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും തന്നെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ജീവികളല്ല. അത് ആ വർക്ക് ചെയ്യുന്നത് സസ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ്റെ ഏതാണ്ട് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് സസ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ സസ്യങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അതിനെ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമാക്കുന്ന പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും മനുഷ്യൻ ചെയ്തുകൂടാ എന്നുള്ളതാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
സംസ്ഥാന കാർഷിക മൃഗസംരക്ഷണ അവാർഡുകൾ വിതരണം ചെയ്തു. ക്ഷീര കർഷകർക്ക് മെഡിക്ലെയിം പോളിസി. നാളികേര വികസന ബോർഡ് സങ്കര വിത്തുൽപാദന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഫാം ഫോട്ടോഗ്രഫി മത്സരം സംഘടിപ്പിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന കൃഷി വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ സംസ്ഥാന കർഷക ദിനാഘോഷവും 2011-12 വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് വിതരണവും കോട്ടയത്ത് നടന്നു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ധനമന്ത്രി KM മാണി ചടങ്ങുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന നെൽക്കതിർ പുരസ്കാരം തൃശൂർ വെങ്കിടങ്ങ് കൊഞ്ചിറ പുഞ്ചക്കോൾ പാടശേഖര കമ്മിറ്റി ഏറ്റുവാങ്ങി. ഒരു ലക്ഷം രൂപയും സ്വർണ്ണ മെഡലും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന കർഷകോത്തമ, ഹരിതമിത്ര, ഉദ്യാന ശ്രേഷ്ഠ എന്നീ പുരസ്കാരങ്ങളടക്കം 36 അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന കാർഷിക പ്രദർശനം ശ്രദ്ധേയമായി. മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ക്ഷീര കർഷകർ സംഘം ജീവനക്കാർ, മിൽമ ഡീലർമാർ എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ക്ഷീര കർഷക മെഡിക്ലെയിം നടപ്പാക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിൽ പരമാവധി 30,000 രൂപ വരെയും ഒരു കുടുംബത്തിന് 50,000 രൂപ വരെയുമുള്ള ചികിത്സാ ചെലവുകളാണ് ഈ പോളിസിയിലൂടെ ലഭ്യമാകുക. അംഗീകൃത അലോപ്പതി ആശുപത്രികളിലും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോ ആശുപത്രികളിലും നടത്തുന്ന ചികിത്സയ്ക്ക് മാത്രമേ പോളിസിയിലൂടെ ക്ലെയിം ലഭിക്കുകയുള്ളൂ. പ്രീമിയം തുകയുടെ ഒരു ഭാഗം മിൽമ വഹിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകർ അതാത് സ്ഥലത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ബന്ധപ്പെടണം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തി ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നിന്നും സങ്കര ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ലിനങ്ങളായ CO2, CO3, CO4, കിള്ളിക്കുളം, ഗിനി എന്നിവയുടെ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭിക്കും. കൂടാതെ പച്ചക്കറി കൃഷി, ഉദ്യാന കൃഷി എന്നിവയ്ക്കുള്ള ഉണക്കിപ്പൊടിച്ച ചാണകം 2.5 കിലോ 20 കിലോ പാക്കിംഗിൽ ഫാം ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8281678675. നാളികേര വികസന ബോർഡ് നേര്യമംഗലത്തുള്ള വിത്തുൽപാദന തോട്ടത്തിൽ വെച്ച് തെങ്ങിന്റെ വിവിധ സംഭരണ മാർഗങ്ങളും സങ്കര വിത്തുൽപാദനവും ആസ്പദമാക്കി നടത്തുന്ന ഒരു മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 18-നും 40-നും മധ്യേ പ്രായമുള്ളവരും ഹയർ സെക്കൻഡറി തലത്തിൽ ബയോളജി മുഖ്യ വിഷയമായോ അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചറോ പഠിച്ചിരിക്കണം. സെപ്റ്റംബർ 4 മുതൽ പരിശീലനം ആരംഭിക്കും. പരിശീലന കാലയളവിൽ സൗജന്യ താമസവും 150 രൂപ ദിനബത്തയും ബോർഡ് നൽകും. താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ സഹിതം ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിലാസം: അസിസ്റ്റന്റ് ഡയറക്ടർ, നാളികേര വികസന ബോർഡ്, പ്രദർശന വിത്തുൽപാദന തോട്ടം, നേര്യമംഗലം, എറണാകുളം. ഫോൺ 0485 255 4240. മറ്റൊരു നമ്പർ 9446 366099. ക്ഷീരവികസന വകുപ്പിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ കാലിത്തീറ്റ സബ്സിഡി പദ്ധതി പ്രകാരം ക്ഷീരസംഘങ്ങളിൽ പാൽ അളക്കുന്ന മുഴുവൻ ക്ഷീര കർഷകർക്കും അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 1 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതാണ്. ഈ വർഷം മുതൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം നടപ്പിലാക്കി ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ധനസഹായം നൽകുന്നതാണ്. ഇതിലേക്കായി ക്ഷീരസംഘത്തിന്റെ പാൽ അളക്കുന്ന എല്ലാ ക്ഷീര കർഷകരും ക്ഷീരസംഘം മുഖേന രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. ഏറ്റവും അടുത്തുള്ളതും കോർ ബാങ്കിംഗ് സൗകര്യമുള്ളതുമായ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയതിനു ശേഷം പാസ്ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ പൂരിപ്പിച്ച അംഗത്വ ഫാറത്തിനൊപ്പം ക്ഷീരസംഘത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ മാസം 24-ാം തീയതിക്ക് മുൻപ് എല്ലാ ക്ഷീര കർഷകരും പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ക്ഷീരസംഘത്തിൽ സമർപ്പിക്കണം. അംഗത്വ ഫാറത്തിന്റെ മാതൃകയും മറ്റു മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുന്നതിലേക്കായി ഏറ്റവും അടുത്തുള്ള ക്ഷീരസംഘവുമായോ ക്ഷീരവികസന ഓഫീസുമായോ ബന്ധപ്പെടുക. കൃഷി വകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഫാം ഫോട്ടോഗ്രഫി മത്സരം നടത്തുന്നു.
കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വിഷയങ്ങളിൽ 12x18 അളവിലുള്ള കളർ ഡിജിറ്റൽ ഫിലിം പ്രിന്റുകൾ മത്സരത്തിന് അയക്കാം. നേരത്തെ മത്സരങ്ങൾ കഴിച്ചവ പരിഗണിക്കുന്നതല്ല. ഒരാൾക്ക് പരമാവധി 3 എൻട്രികൾ അയക്കാം. കവറിന് പുറത്ത് ഫാം ഫോട്ടോഗ്രാഫി മത്സരം 2013-14 എന്നെഴുതണം. അയക്കേണ്ട വിലാസം: പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. ഫോൺ 0471 231 4358. മറ്റൊരു നമ്പർ 0471 231 8186. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 18,600 രൂപ. റബ്ബർ RSS 5 18,300 രൂപ. വെളിച്ചെണ്ണ 7,500 രൂപ. കൊപ്ര 5,400 രൂപ. കുരുമുളക് ക്വിന്റലിന് 41,900 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 5,600 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000 എണ്ണത്തിന് 5,200 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 41,900 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 39,900 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 39,500 രൂപ. വയനാടൻ കുരുമുളക് 40,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിന്റലിന് 5,300 രൂപ. തളിപ്പറമ്പ് 4,800 രൂപ. കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 8,000 രൂപ. കോട്ടയം 7,700 രൂപ. ആലപ്പുഴ 7,250 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.1, 23.2. കൊച്ചി 29.8, 22.2. ആലപ്പുഴ 28.7, 22.5. പുനലൂർ 29, 22.6. തിരുവനന്തപുരം കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.